കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിലായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 7-ാമത് വാക്യം. ആകാശത്തിലെ പെരിഞ്ഞാറ് തൻ്റെ കാലം അറിയുന്നു. കുറുമ്പ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരവരുള്ള സമയം അനുസരിക്കുന്നു. എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. ഈ വാക്യങ്ങൾക്കാട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുക. അനുഗ്രഹീതമായ കാലിക പ്രസക്തിയുള്ള ഒരു ചിന്തയിലേക്കാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും, സമൂഹത്തിൽ മാത്രമല്ല സാംസ്കാരിക തലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ, ആത്മീയ മണ്ഡലത്തിൽ ഒരുപോലെ സ്തോത്രം അർബുദം പോലെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അന്യായം. എല്ലാ തലങ്ങളിലും അത് വ്യാപരിച്ചു. കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ, ഒരു കാലത്തിന് പറയില്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് പറയിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ, രാഷ്ട്രീയ സാംസ്കാരിക സമൂഹ മേഖലകൾക്കകത്ത് ഇത് വ്യാപരിച്ചിരുന്നെങ്കിൽ, ഈ അന്യായം വ്യാപരിച്ചിരുന്നെങ്കിൽ, ഇന്ന് നമ്മുടെ ആത്മീക സമൂഹത്തിനകത്തേക്കും ഇത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് ഈ അന്യായം എന്ന് പറയുന്നത്? അർഹതയുള്ളവർക്ക്, ഇല്ലെങ്കിൽ ദൈവകൃപയുള്ളവരെ, അഭിഷേകമുള്ളവരെ, ദൈവസാന്നിധ്യം ചുമക്കുന്നവരെ പിന്തുണയ്ക്കുവാൻ കഴിയാതെ, സ്തോത്രം ഹല്ലേലൂയ, അന്യായം ചെയ്യുന്നവരെ, ഇല്ലെങ്കിൽ അവരുടെ തത്തുല്യമായി, ഇല്ലെങ്കിൽ അവരുടെ അതേ സ്റ്റാൻഡിൽ നിൽക്കുന്നവരെ. നമ്മളെപ്പോഴും അങ്ങനെയാണ് അല്ലേ? മാനസികമായിട്ടൊക്കെ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റാൻഡ് കൂടെ നമ്മൾ എന്ത് ചെയ്യും? ശ്രദ്ധിക്കും. അതേ സ്റ്റാൻഡേർഡിൽ പെട്ടവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അല്ല, കൂട്ടുപിടിക്കാറുള്ളത് അല്ലേ? സ്തോത്രം. വിദ്യാസമ്പന്നരായ ആൾക്കാർ, ഇല്ലെങ്കിൽ കഴിവോ മാനമോ സ്ഥാനമോ ഒക്കെ ഉള്ളവർ, ആ ഒരു തലത്തിൽ പെട്ടവരോടുള്ള ബന്ധത്തിൽ എനിക്ക് കൂട്ടും സംസാരവും ഒക്കെ നമുക്ക്, അത് ശരിയാണോ, അത് ന്യായമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവത്തിന് മുമ്പിൽ അത് ന്യായമല്ല എന്ന് തന്നെ തിരുവചനം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തമാക്കി തരുന്നുണ്ട്. സ്തോത്രമല്ലേ? പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത്, അല്ല 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 6-ാമത് വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ഇടയിലുള്ള ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവന്റെ ന്യായം മറിച്ചു കളയരുത്. പണമില്ലെന്നൊറ്റ കാരണത്താൽ, വിദ്യാഭ്യാസമില്ലെന്നൊറ്റ കാരണത്താൽ ദരിദ്രന്മാരുടെ ന്യായത്തെ മറിച്ചു കളയുന്ന ഒരു ലോകത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. പക്ഷെ തിരുവചനം എന്താ പറഞ്ഞത്? ന്യായപ്രമാണമാണ്. അങ്ങനെ ചെയ്യരുത് എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ദൈവം വെച്ചിരിക്കുന്ന അതിർത്തിക്ക് വെളിയിലാണ്. അത് അന്യായമാണ്, ദൈവത്തിന് ഹിതമില്ലാത്ത പ്രവൃത്തിയാണ്. ഇവിടെ നമുക്ക് താൽക്കാലികമായി രക്ഷപ്പെടുവാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരാം. പക്ഷെ ഒരു കാരണവശാലും ദൈവത്തിന്റെ മുമ്പിൽ, ദൈവരാജ്യത്തിന്റെ മുമ്പിൽ അങ്ങനെയുള്ളവർക്ക് നിലനിൽപ്പില്ല എന്ന് നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതുകൊണ്ട് ന്യായത്തിന് വേണ്ടി നിൽക്കേണ്ടത് ആവശ്യമാണ്. ആവർത്തന പുസ്തകം ശ്രദ്ധിച്ചേ, 16-ാം അധ്യായത്തിന്റെ 19-ാമത് വാക്യം. ന്യായം മറിച്ചു കളയരുത്, മുഖം നോക്കരുത്, സമ്മാനം വാങ്ങരുത്. സമ്മാനം ജ്ഞാനികളുടെ കണ്ണ് കുരുടാക്കുകയും നീതിമാന്മാരുടെ കാര്യം മറിച്ചു കളയുകയും ചെയ്യുന്നു. സ്തോത്രം. ഇന്ന് ഏറ്റവും വലിയ അപകടകാരിയാണ് ഈ സമ്മാനം എന്ന് പറയുന്നത്. അല്ല, ഒരാളിന് വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന ഒന്നാണ് സമ്മാനം എന്ന് പറയുന്നത്. അപ്പൊ എനിക്കൊരാളിന് വേണം, എൻ്റെ ആവശ്യത്തിന് വേണ്ടി, എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ആളിനെ എനിക്ക് ഉപയോഗിക്കണമെങ്കിൽ ഒറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി. അവർക്ക് ഇഷ്ടമുള്ളൊരു സമ്മാനം നമ്മൾ കൈമാറിയാൽ മതി. അവരുടെ ഹൃദയം നമ്മളുടെ കൂടെ ഇരിക്കും. അതാണ് പറഞ്ഞത്. സ്തോത്ര. ദൈവജനത്തോട്, ദൈവമക്കളോട് പറഞ്ഞൊരു വാചകമാണ്. എന്ത് ചെയ്യരുത്? അത് സ്തോത്രമല്ല, ന്യായം മറിച്ചു കളയരുത്, മുഖം നോക്കരുത്, സമ്മാനം വാങ്ങരുത്. സമ്മാനം വാങ്ങിയാൽ എന്നാ പറ്റും? ജ്ഞാനികളുടെ കണ്ണ് കുരുടായി പോകും. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുമല്ലേ? നീതിയോടെ നിൽക്കുന്ന ജ്ഞാനി എന്ന് നമ്മൾക്ക് പലപ്പോഴും വിചാരിക്കുന്ന പലരും സമ്മാനത്തിന്റെ മുമ്പിൽ, ഇല്ലെങ്കിൽ കൈക്കൂലിയുടെ മുമ്പിൽ, അല്ല സ്തോത്രം, അർഹതയില്ലാത്തതിന് മുമ്പിൽ തലകുനിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. അത് സ്തോത്രമല്ലേ? ആരുടെ കയ്യിൽ നിന്നെങ്കിലും നമ്മൾ സമ്മാനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ന, ഞാനെന്ന വ്യക്തി, ആ വ്യക്തി വിലയ്ക്ക് വാങ്ങും, മറ്റേ ആൾ വിലയ്ക്ക് നമ്മൾ വാങ്ങുകയാണ്. ആളിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കുവാൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ റിമോട്ട് കൺട്രോൾ കൊണ്ട് ടിവിയെയോ മറ്റു ഉപകരണങ്ങളെയോ കൺട്രോൾ ചെയ്യുന്നത് പോലെ ആ വ്യക്തി നമുക്ക് സമ്മാനം തന്ന് നമ്മളെ നിയന്ത്രിക്കാൻ തക്കവണ്ണം തുടങ്ങും. ഇവിടെയാണ് ന്യായം മറിച്ചു കളയരുത് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതാണ് ഇരമ്യാ 8:7 പറഞ്ഞത്. പെരിഞ്ഞാറിന് അറിയുന്നു, അത് സ്തോത്രം, കൊക്കും മീവൻ പക്ഷിയും, അത് സ്തോത്രം ഒക്കെ അതിൻ്റെ മടങ്ങി വരവരുള്ള സമയം അറിയുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ജനമോ, എൻ്റെ ജനമോ ദൈവത്തിൻ്റെ ന്യായം അറിയുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ദൂത് ഞാൻ പറഞ്ഞതിൻ്റെ വാക്കുകൾക്ക് വിരാമിടുകയാണ്. ഇവിടെ ഒരു വച്ച ന്യായം മറിച്ചു കളയുവാൻ മനുഷ്യന് പറ്റിയെന്ന് വരും. പലപ്പോഴും നമുക്ക് ലഭ്യമാകേണ്ട നന്മകളോ അനുഗ്രഹങ്ങളോ ലഭ്യമായില്ലെന്ന് വരും. പക്ഷെ ഭയപ്പെടേണ്ട ദൈവമക്കളെ, നീ നീതിയോടെ നിന്നാൽ നിനക്ക് വേണ്ടി ന്യായം നടത്തുന്ന ഒരു ദൈവം ഉണ്ട്. അവൻ നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരിക തന്നെ
തന്നെ ചെയ്യും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന്റെ സ്തോത്രം. സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തൃക്കരങ്ങൾ തരുന്നു. അവിടുന്ന് ചെറുകടിയിൽ മറച്ചാട്ട മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.